ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു കുട്ടിയുടെ കല്യാണം. അപ്പോൾ സൺഡേ ആയത് കാരണം നമ്മൾ 3 പേരുടെ പോകാമെന്ന് വിചാരിച്ചു. ഇത് കല്യാണം നടക്കുന്നത് ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമില്ല ഇവിടെ വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എത്തി. നല്ല വിശാലമായിട്ടുള്ള ഗ്രൗണ്ടിൽ പാർക്കിംഗ് ഒക്കെ കിട്ടി. കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി നടന്നതിന് ശേഷം കല്യാണം തുടങ്ങാറായ സമയത്ത് അവിടെ ഒരു സീറ്റ് പിടിച്ചിരിപ്പായി. സീറ്റ് അത്യാവശ്യം ഫ്രണ്ടിലോട്ട് തന്നെ കിട്ടിയ കാരണം നന്നായിട്ട് കല്യാണം കാണാനായിട്ട് പറ്റി. അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ വന്നു. കെട്ടും കഴിഞ്ഞു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇനി നമ്മൾ പോകുന്നത് മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ്. സദ്യ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വികാരമാണ്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് സദ്യ. അങ്ങനെ നമ്മൾ 2 തരം പായസമൊക്കെ കൂട്ടി മൃഷ്ടാനമായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ കല്യാണിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം പാൽപ്പായസമാണ്. പാൽപ്പായസം കുടിക്കാനായിട്ടാണ് മെയിനായിട്ട് ആൾ വന്നിരിക്കുന്നത് തന്നെ. അങ്ങനെ ഇലയൊക്കെ മടക്കി നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന സാധനമല്ലേ ഈ ഒരു പുല്ല്, ആ പുല്ല് ഇതെങ്ങനെ പറിച്ചെടുത്തിട്ട് അതിനകത്തുനിന്ന് പുഴു ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് വിഷ്ണു കാണിച്ചു. ഇതൊക്കെ നമ്മൾ കൊച്ചിലെയൊക്കെ കാണിക്കുന്ന സാധനമാണ്. കല്യാണിക്കുട്ടി ഇതൊക്കെ ആദ്യം കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ 2-3 നാരങ്ങയൊക്കെ നുള്ളിപ്പിറക്കിയെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പുറത്തു പോകാനുണ്ട്. അപ്പോൾ വന്നുടനെ തന്നെ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നപ്പം ചേട്ടൻ്റെ ഇവിടെ നിന്ന് തന്ന ആത്തിച്ചക്ക ഉണ്ടായിരുന്നു. അത് നല്ല പഴുത്തിരുന്നത് കൊണ്ട് വിഷ്ണു അത് മുറിച്ച് തന്നു. അത് അവിടെ ഇരുന്ന് കഴിച്ചു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.